നിങ്ങൾ ബൈബിളിലെ ദാവീദിന്റെയും ഗൊലിയാത്തിന്റെയും കഥ വായിച്ചിട്ടുണ്ടാകും. ഭീമാകാരനായ രാക്ഷസ ശരീരമുള്ള വ്യക്തിയായിരുന്നു ഗൊലിയാത്ത്. അയാളെ ഭയന്ന ഒരു ഗ്രാമത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ഓടി ഒളിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ദാവീദ് എന്ന് പറയുന്ന ഇടയബാലൻ ആ ഗ്രാമത്തിലെത്തുന്നത്. അവൻ അവിടുത്തെ ജനങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ജനങ്ങൾ ഈ ഗൊലിയാത്തിന്റെ ശല്യങ്ങളെ കുറിച്ച് ദാവീദിനോട് പറയുകയാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, നിങ്ങൾ കരുതുന്ന പോലെ ഇത്രയും ഭീമാകാരനായ മനുഷ്യനൊന്നുമല്ല ഈ ഗൊലിയാത്ത്. എന്റെ കയ്യിലുള്ള ഈ കവിണയും കല്ലും ഉപയോഗിച്ച് ഞാൻ അവനെ വീഴ്ത്തും. പിന്നെ നടന്ന ചരിത്രമാണ്. ദാവീദിന് നേർക്ക് ഗൊലിയാത്ത് നടന്നെടുക്കുകയാണ്. പിന്നൊന്നും നോക്കിയില്ല. കയ്യിലിരുന്ന കവിണയും കല്ലും ഉപയോഗിച്ച് ഗൊലിയാത്തിന് നേരെ ഒരു പ്രയോഗം നടത്തി. കൃത്യം കല്ല് വന്ന് ഗൊലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. ഗൊലിയാത്ത് വീണു. ഫ്രണ്ട്സ്, ജീവിതത്തിലുള്ള ഏത് പ്രശ്നങ്ങളും ഇങ്ങനെയുള്ളൂ. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികളെ നോക്കുകയാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല അവർ വിജയിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി കണ്ടപ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ഒരു ഗ്രാമത്തിലുള്ള ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ദാവീദ് കണ്ടത് വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെയാണ്. അതുകൊണ്ട് അവൻ അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞു.